ക്വാണ്ടം ശതാബ്ദി വർഷത്തിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷൻ ജനുവരി 4 മുതൽ 9 വരെ പടന്നക്കാട്ടെ നെഹ്റു കോളേജിൽ നടക്കും. 120ഓളം സ്ഥാപനങ്ങളിലെ 6000ഓളം വരുന്ന വിദ്യാർത്ഥികൾ പ്രദർശനം കാണാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ഒരു നൂറ്റാണ്ടുകൊണ്ട് ലോകത്തെയും പ്രപഞ്ചവിജ്ഞാനത്തെയും മാറ്റിമറിച്ച ക്വാണ്ടം സയൻസ് വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ക്വാണ്ടം ശതാബ്ദി വർഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷനുകൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല എക്സിബിഷനാണ് ജനുവരി 4 മുതൽ 9 വരെ കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുക. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഇതിന്റെ സയൻസ് പോർട്ടലായ ലൂക്കയും ചേർന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ അക്കാദമിക പിന്തുണയോടെയാണ് പ്രദർശനം ഒരുക്കുന്നത്. അതിന്റെ വളർച്ച ഇപ്പോൾ മനുഷ്യന്റെ ചിന്തയും മനുഷ്യന്റെ വളർച്ചയ്ക്കും അപ്പുറത്തേക്ക് ഇത് വരുന്ന സാഹചര്യത്തിൽ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് ആലോചിക്കുക. അപ്പൊ ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ വികാസം മനുഷ്യന്റെ ചിന്താശക്തിക്കും അപ്പുറത്തെത്തിയെന്ന് ഞാൻ പറയില്ല. മനുഷ്യന്റെ തലയിൽ തന്നെയാണ് ഈ ശാസ്ത്രത്തിന്റെ വളർച്ചയെല്ലാം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വളരെ വലിയ മുന്നേറ്റം ഈ മേഖലയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞ ആന്ധ്രയിലെ ചന്ദ്രബാബുനായിരുന്നു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധേയപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞത് നോബൽ സമ്മാനം, ആന്ധ്ര സംസ്ഥാനത്ത് നോബൽ സമ്മാനം വേണ്ടി എടുക്കാൻ വേണ്ടി നോബൽ സമ്മാന ജേതാവാകുന്നതിന് 100 കോടി രൂപ. ഇതിനോടകം എറണാകുളം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലായി 30,000-ലധികം പേർ പ്രദർശനം കണ്ടുകഴിഞ്ഞു. 4 മാസം കൊണ്ട് 11 ജില്ലകൾ സന്ദർശിക്കുന്ന കേരളത്തിന്റെ എക്സിബിഷൻ ലോകത്തെ 100-ൽ പരം രാജ്യങ്ങളിൽ നടക്കുന്ന ക്വാണ്ടം ശതാബ്ദി ആഘോഷ വർഷങ്ങളിൽ കാലദൈർഘ്യവും പങ്കാളിത്തവും കൊണ്ട് ബൃഹത്തായ ഒരു പരിപാടിയാണ്. യുനെസ്കോയുടെ ഒരു പരിപാടി കാസർഗോഡ് ജില്ലയിൽ എത്തുന്നതും ഇതാദ്യമാണ്. സൂക്ഷ്മ ലോകത്തെക്കുറിച്ച് ആഴത്തിലറിയാനും അതുവഴി പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളടിക്കാനും വഴി തുറന്നത് ക്വാണ്ടം സയൻസ് ആണ്. ലോകത്തെ പരിഷ്കരിച്ച ട്രാൻസിസ്റ്ററും ലേസറും മുതൽ ക്വാണ്ടം കമ്പ്യൂട്ടർ വരെയുള്ള ധാരാളം സാങ്കേതിക വിദ്യകൾക്ക് പിന്നിലും ക്വാണ്ടം സയൻസ് ആണുള്ളത്. ഹൈസ്കൂൾ മുതൽ പഠിക്കുന്ന പീരിയോഡിക് ടേബിൾ, ആറ്റം ഘടന, ഓർബിറ്റൽ തിയറി, സബ് ആറ്റോമിക് പാർട്ടിക്കിളുകൾ, സെമി കണ്ടക്ടറുകൾ തുടങ്ങിയവയും ഫ്ലോറസെൻസ്, സൂപ്പർ ഫ്ലൂയിഡിറ്റി, സൂപ്പർ കണ്ടക്ടിവിറ്റി തുടങ്ങിയ ക്വാണ്ടം പ്രതിഭാസങ്ങളും സാങ്കേതിക വിദ്യകളും ശാസ്ത്രജ്ഞരുടെ സംഭാവനകളുമെല്ലാം എക്സിബിറ്റുകളും മോഡലുകളുമായി പ്രദർശനത്തിൽ വിജ്ഞാനം വിതറും. ജില്ലയിലെ 120 സ്ഥാപനങ്ങളിൽ നിന്നായി 5800-ലേറെ വിദ്യാർത്ഥികൾ ഇതിനോടകം എക്സിബിഷൻ കാണുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓരോ സ്കൂളിൽ നിന്നും 100 വരെ വിദ്യാർത്ഥികളെ പ്രവേശിക്കാനുള്ള സൗകര്യവും സജ്ജമാണ്. പൊതുജനങ്ങൾക്കും കാഴ്ചക്കാരായി എത്താൻ സൗകര്യമുള്ള പ്രദർശനം പ്രൊഫസർ കെ പാപ്പുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ MLA, ജനറൽ കൺവീനർ ഡോക്ടർ PV റീജ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, സെക്രട്ടറി PP രാജൻ, മീഡിയ കമ്മിറ്റി കൺവീനർ കൊടക്കാട് നാരായണൻ, ചെയർമാൻ TK നാരായണൻ, P കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.